നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ തമ്പാൻ. ഈ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം എനിക്ക് വില പിടിച്ചതാണ്. നിങ്ങളുടെ സഹകരണം എന്നും ഉള്ളതിന് നന്ദി. പറയാൻ പോകുന്നത് വേഴമാറ്റത്തെ കുറിച്ചാണ്. വേഴൻ ഈ 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2026 ജൂൺ മാസം 2-ാം തീയതി വരെ മിഥുനൻ രാശിയിൽ വരും. ഇതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും വേഴമാറ്റമുണ്ട്. വേഴ 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ 5 വരെ ഈ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ വേഴത്തിൻ്റെ മാറ്റം കൊണ്ട് മിഥുനക്കൂറുകാർക്ക് മകയിരത്തിൻ്റെ അര, അവസാനത്തെ 30 നാഴിക, തിരുവാതിര, ഉണറത്തിൽ മുക്കാല് വരെയുള്ള ആൾക്കാർക്ക് ഈ വർഷം വളരെ ഗുണകരമാണ്. വേഴം 1-ലും 2-ലും ആയിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ വേഴഗ്രഹം 1 വരും. 1 പറയുന്നത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു രാശിയാണ്. 1 നിൽക്കുമ്പോൾ ശുഭഗ്രഹങ്ങൾ സൗമ്യ ലഗ്നഗതേ സുഖസ്ഥിതി ചെയ്യ ആരോഗ്യ അർത്ഥസമ്പത്തയ കീർത്തിസ്ഥാന വിശേഷലബ്ധി വിജ്ഞയങ്കലുപത്തില. സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും. അപ്പം ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖം ഏതാണ്? 1 മനസ്സുഖം, 2 ശരീരസുഖം. അപ്പോൾ മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും. അസുഖങ്ങളൊക്കെ മാറും, സുഖസ്ഥിതി കിട്ടും. ജയ എന്ന് പറയുന്നത് പരാജയപ്പെട്ട് നശിച്ചു കിടക്കണ പല കാര്യങ്ങളിലും നമുക്ക് വിജയം. നമ്മളെ തൊഴിലിന് വിജയം കിട്ടും, വിദ്യക്ക്, കുടുംബ ഐശ്വര്യത്തിനും, എല്ലാ കാര്യത്തിനും, ജോലിക്കും, പണത്തിനും, പ്രതാപത്തിനും ഒക്കെ ഐശ്വര്യം കിട്ടും. കീർത്തിസ്ഥാന വിശേഷ ലബ്ധി വിജ്ഞയങ്കലുപാചം കീർത്തി കിട്ടും. വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നമുക്ക് നേടാൻ പറ്റാത്ത ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, സമ്പത്ത്, സന്തതി, സൗഭാഗ്യം, ഐശ്വര്യം, ഈശ്വരാനുകൂല്യവും കൂടെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈശ്വരൻ തെളിഞ്ഞു നിൽക്കുന്ന സമയം വളരെ നേട്ടങ്ങൾ നമുക്ക് കിട്ടും. ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാകസ്ത്രോ വജത്ത മഹാരോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കുന്ന സമയമാണ്. അങ്ങനെ വേഴ 1 നിൽക്കുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും. പിന്നെ 2-ലും വരും. 2025 ഒക്ടോബർ മാസം 18 മുതൽ ഡിസംബർ മാസം 5-ാം തീയതി വരെ നമുക്ക് വേഴ 2-ലും കൂടെ വരും. അപ്പം മിഥുനക്കൂറുകാർക്ക് 2 വരുമ്പോഴും സൗമ്യ വിത്തഗത പുരാർജിതധന നാമേവ വൃത്യുൽഭവ പ്രാപ്തിയാപ്തർ ഭരണീയരജനസുഖം പ്രത്യേകിയായാൽ ഫലം. അങ്ങനെ വിത്തഗത ശുഭഗ്രഹങ്ങളുടെ വിത്തം ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പുരാർജിത ധനം, പൂർവികന്മാരുണ്ടാക്കി തന്ന സ്വത്തുവകകൾ, പൂർവിക സ്വത്തുക്കൾ, വസ്തുക്കൾ, കേസിൽ കിടക്കുന്ന വസ്തുക്കൾ, ധനങ്ങൾ, ഇതൊക്കെ കിട്ടും. നാമേവ വൃത്യുൽഭവ, പേരിന് വേണ്ടി മാത്രമേ നമുക്ക് പൈസയും വസ്തുക്കളും ഉണ്ടെങ്കിലും നല്ല പണവും നല്ല വസ്തുക്കളും നേട്ടങ്ങളും കിട്ടും. വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രാപ്തിയാപ്തി, നമുക്ക് ഏത് കാര്യവും വിചാരിക്കുന്ന കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും. പാത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഭ്രഷ്ടേരിയായാൽ എല്ലാ ഫലങ്ങളും വന്നു. ഭരണജനങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ഭരിക്കുന്ന അധികാരികൾ, സർക്കാർ, കോടതി അധികാരികളിൽ നിന്നൊക്കെ പ്രീതി സഹായിക. 2 പറയുന്നത് വിദ്യയും കുടുംബവും ധനവുമാണ്. വിദ്യ കിട്ടും. കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കള്, ചെറുമക്കള്, എല്ലാവരും കൂടി യോജിച്ച് വരുന്നതാണ് കുടുംബം. അപ്പം അച്ഛനൊരു നാട്ടിൽ, അമ്മ ഒരു നാട്ടിൽ, മക്കളൊരു നാട്ടിൽ, ഇങ്ങനെ ബന്ധുക്കളെല്ലാം പല ഭാഗത്ത് ജീവിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടിയൊക്കെ പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തെറിച്ചു പോകും. അപ്പം ഈ പല ഭാഗത്തും രാജ്യത്തും കഴിയുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട്. ഇപ്പം അച്ഛനമ്മമാർ നാട്ടിലാണെങ്കിൽ മക്കൾക്ക് അച്ഛനമ്മ കൂടെ വിദേശത്ത് കൊണ്ടുപോകണമെന്ന് തോന്നും. അങ്ങനെ മക്കൾ വിദേശത്തിരിക്കുന്ന നാട്ടിൽ വന്ന് അച്ഛനമ്മമാരോട് ജീവിക്കണമെന്ന് തോന്നും. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ പറയണവർക്കും നല്ല ഭാര്യ, ഭർത്തൃ, കുടുംബ, ദാമ്പത്യ സൗഖ്യങ്ങളൊക്കെ.
ധനമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ പണം വേണം. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ നല്ല സാമ്പത്തിക പുരോഗതികളും നേട്ടങ്ങളൊക്കെ കിട്ടും. പുതിയ ജോലി കിട്ടാനും അവസരങ്ങൾ കിട്ടാനും കമ്മീഷൻ, സാലറി, പ്രൊമോഷൻ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ കിട്ടാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും രാഷ്ട്രീയ, സംഘം, സമുദായം, പൊതുപ്രവർത്തന രംഗങ്ങൾ, കലാരംഗങ്ങൾ, കായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങളും ആദരവും അംഗീകാരങ്ങളും പ്രശംസ, കീർത്തി ഇതെല്ലാം കിട്ടാൻ നല്ല യോഗവും ഭാഗ്യമൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് നമുക്കൊന്നുമില്ല, ആരുമില്ല എന്ന് വിഷമിക്കുന്നവർക്ക് എല്ലാം ഉണ്ട് എന്ന് തോന്നുന്ന ജീവിതത്തിൽ തന്നെ സന്തോഷജനകമായ പല ഭാഗ്യങ്ങളും നേട്ടങ്ങളും കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും. വേഴം ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. അപ്പോൾ ബുദ്ധിശക്തി വർദ്ധിക്കും. ആലോചിക്കാതെ ചിന്തിക്കാതെ പ്രവർത്തിക്കണവർക്ക് നല്ല രീതിയിൽ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള ബുദ്ധി കിട്ടും. ബുദ്ധി പുത്രരും മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടാൻ, ഉള്ള പിള്ളേർക്ക് ജോലി, വിവാഹം, വിദ്യ, വിദേശയാത്ര, പ്രവർത്തന നേട്ടങ്ങൾ, കലാരംഗങ്ങൾ മെച്ചം പിടിച്ച നേട്ടങ്ങളൊക്കെ കിട്ടും. സ്നേഹം, എല്ലാവരോടും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും. നമ്മളുടെയും കലഹിച്ചിരിക്കുന്നവർക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. അർത്ഥം നിറയെ പൈസയൊക്കെ കിട്ടും. കിട്ടാതെ കിടക്കുന്ന ധനങ്ങളും പണങ്ങളൊക്കെ കിട്ടും. ഗുരുത്വം, അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും എല്ലാവരുടെയും പ്രീതി കിട്ടും. എവിടെ പഠിക്കാൻ പോയാലും പഠിപ്പിക്കാൻ പോയാലും അവിടെ ഉള്ള ആൾക്കാരുടെ പ്രീതി, സഹായം, ഗുരുത്വം ഇതൊക്കെ കിട്ടും. മന്ത്രഞ്ച മന്ത്രത്വം, മന്ത്രജപങ്ങൾ, ആത്മീക ചിന്തകൾ, ആശ്രമം, അമ്പലം ഇതൊക്കെ പുനരുദ്ധരിക്കാനുള്ള യോഗങ്ങളൊക്കെ കിട്ടും. മന്ത്രത്വം എന്ന് പറയുമ്പോൾ വലിയ അധികാര സ്ഥാനങ്ങളൊക്കെ കിട്ടി, പ്രമോഷൻ, നല്ല സാലറി, നല്ല മെച്ചം, നല്ല അധികാരം ഇതൊക്കെ കിട്ടുന്ന സമയമാണ് വേഴഗ്രഹം 1-ലും 2-ലും നിൽക്കുമ്പോൾ. അപ്പോൾ 1-ൽ നിന്ന് ദോഷമാണെന്ന് പറയുന്നുണ്ട്. എന്താണ്? ദ്വാദശ ജന്മ അഷ്ടമകാഹ പുംസാദിനനാഥ ഭൗമ ശനിജീവോ വിത്തക്ഷയം പ്രവാസ രോഗ ജനന്തി മരണഭീതി മാറുന്ന ഒരു ഫലമുണ്ട്. അപ്പോൾ ഈ 1 നിൽക്കുമ്പോൾ ഒരുപാട് കടം വരുമെന്നാണ്. അപ്പം ഭാഗ്യം കിട്ടും, പൈസ കിട്ടും, നേട്ടം കിട്ടും എന്ന് പറഞ്ഞിട്ട് കടം കിട്ടും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ വീട് വയ്ക്കാൻ വേണ്ടി, വസ്തു വാങ്ങിക്കാൻ വേണ്ടി, വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ, പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി, പിള്ളേരുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ വേണ്ടി കുറേ പൈസ ലോൺ എടുക്കും, അല്ലെങ്കിൽ കടം വാങ്ങിക്കും. അപ്പം അത് നല്ല നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കോട്ടങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കടം കൂടിയെന്നുള്ളൊരു വിഷമം വേണ്ട. ഒരു വീട് വിറ്റാൽ കടം തീർക്കാൻ പറ്റും. വസ്തു വാങ്ങിച്ചാൽ വസ്തു വിറ്റാൽ കടം തീർക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് കുറച്ച് കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. എങ്കിലും അത് നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. കോട്ടത്തിന്റെ ഭാഗമാണെങ്കിൽ സുനാമി വന്നെല്ലാം അടിച്ചോണ്ട് പോയതുപോലെ സർവ്വതും തകർന്നു പോകും. അപ്പൊ ഇത് അങ്ങനെയല്ല. നേട്ടമുള്ളത് കൊണ്ട് പേടിക്കേണ്ട. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ഈ വേഴം മാറ്റം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇരട്ടി ഗുണവും ഭാഗ്യ ഐശ്വര്യവും ഒക്കെ കിട്ടും. നല്ല സമയമുണ്ട്. ദോഷ സമയമാണെങ്കിൽ കുറച്ചൊക്കെ ഭാഗ്യക്കുറവ്, തടസ്സങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ആ തടസ്സം എന്താണ്, ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനും കൂടെ ദൈവികപരമായിട്ടുള്ള ജപങ്ങൾ, തപങ്ങൾ, ഹോമങ്ങൾ, കർമ്മങ്ങൾ ഇതൊക്കെ നടത്തുമ്പോൾ നല്ല ഐശ്വര്യം കിട്ടും. ഒരു ദിവസം ദോഷം കിടന്നാൽ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ മാറിക്കിട്ടുമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ചെയ്താലും ദൈവികപരമായിട്ടുള്ള അർച്ചന, ദർശന, വഴിപാടുകൾ നടത്തിയാലും പുണ്യ സ്ഥലങ്ങളൊക്കെ ദർശനം നടത്തുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വിനകൾ നിശേഷവും മാറി നല്ലത് വരും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശന വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇത്രയും ക്ഷേത്രം ഉണ്ടെങ്കിലും ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാര്, മൃത്യുഞ്ജയ മൂർത്തി, അതേപോലെ ദക്ഷിണാമൂർത്തി, ശരഭാമൂർത്തി, കാലഭൈരവ സ്വാമി, നവഗ്രഹങ്ങൾ, ശാസ്താവ്, മുരുകൻ, ഗണപതി, നാഗത്താന്മാര്, ഗായത്രി ദേവി, അതേപോലെ ചാത്തസ്വാമി, മാടസ്വാമി, ഹനുമാൻ സ്വാമി, ലക്ഷിയമ്മ, പ്രഭുക്കളും നവഗ്രഹങ്ങൾ എല്ലാവരും ഉള്ള ഒരു ക്ഷേത്രം. ഇത്രയും ദൈവങ്ങളുള്ള ഒരു അമ്പലം ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും കാണാൻ ന്യായമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിനകളും മാറി നല്ലത് വരാനുള്ളൊരവസരമാണ്. രാവിലെ അമാവാസ ദിവസം 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ക്ഷേത്രനട തുറന്നിരിക്കുക. എപ്പോഴും വേണമെങ്കിലും ഒന്ന് തൊഴുക. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, പിതൃബലി, അതേപോലുള്ള തിലഹോമം,
10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, സർപ്പപൂജ മുതലായ കാര്യങ്ങൾ. 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പനിനീര് ഈ മുതലായ വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം, പുഷ്പാർച്ചന, പുഷ്പാഭിഷേകം, അതേപോലെ ഭസ്മാഭിഷേകം മുതലായ എല്ലാ കാര്യങ്ങളും അവിടെ നടത്തി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ദർശനം നടത്തി പുണ്യം നേടാൻ പറ്റുന്ന ഒരു ദൈവീക സങ്കേതം ആണിത്. പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് വരിക, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് പൂജകൾ ചെയ്യണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. നിങ്ങൾക്കും കുടുംബജനങ്ങൾക്കും ഈ വേഴമാറ്റം ഒരുപാട് കാലത്തിന് ശേഷം, കഴിഞ്ഞ 12 കൊല്ലത്തിലൊരിക്കലാണ് വേഴം ഒന്നു വരുന്നത്. അപ്പോൾ 12 കൊല്ലം കൊണ്ട് നേടി കിട്ടാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ വർഷം തന്നെ നേടി ജയിക്കാൻ പറ്റും. ജാതകത്തിലെ ഗ്രഹപ്പഴയും കൂടെ ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മഹാഭാഗ്യങ്ങൾ കിട്ടുന്ന, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് പുരോഗതി കിട്ടുന്ന, സന്തോഷവും സമൃദ്ധിയും കിട്ടുന്ന, മരിച്ചു കളഞ്ഞാൽ കൊള്ളാന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്നും ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു മഹാഭാഗ്യമുള്ള കാലമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ഭൈരവസ്വാമിയോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.